നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ടോ, നമ്മുടെ ജാതിക്ക മോഷ്ടിക്കാൻ വന്നതാ. ഞാൻ കെട്ടി പൂട്ടിയടി. അയ്യോ കുഞ്ഞമ്മ വീട് അത് മനോഹരനാ. മനോഹരനോ? നിനക്ക് ആള് തെറ്റിപ്പോയതായിരിക്കും. ഒന്നുകൂടി ശരിക്കും നോക്ക്. അയ്യോ ഇത് ഇവിടുത്തെ കേബിൾ TV ഒക്കെ നോക്കി നടത്തുന്ന മനോഹരൻ. ഉപ്പും കൂട്ടി അവിടെ പറിച്ചതാ. അപ്പ കയ്യോടെ പിടിച്ച് ഞെരിച്ചത്. ഇതാരി? ഇത് നമ്മുടെ സീതേച്ചർ അനിയത്തിയ രാധേച്ചി. അപ്പൊ പങ്കമാന്റെ ചേച്ചി. അപ്പൊ നമ്മുടെ കുഞ്ഞമ്മ. കുഞ്ഞമ്മ. സോറി മോനെ, ഞാൻ ആളറിയാതെ ചെയ്തു പോയതാണ്. എല്ലാരും ചെയ്യുന്നല്ലേ. അയ്യാണോ? കൈ വേദനിച്ചോ? നല്ല പോലെ പിടിച്ചായിരുന്നു. സോറി ട്ടോ. രാധേച്ചി ഇപ്പൊ എവിടുന്നാ വരുന്നേന്ന് അറിയാവോ? ദുബായിന്നാ? അല്ല, ജയിലിന്ന്. ജയിൽ സൂപ്രണ്ടാ? വാർഡൻ? പണിയൊന്നുമില്ല. ജീവപര്യന്തം പ്രതി. ഓ പരോളിന് വന്നേക്കുവാ. കുഞ്ഞമ്മേ, എന്തെങ്കിലും എന്റെ ഇപ്പൊ തെറ്റ് പറ്റിയിട്ട് ക്ഷമിക്കണം. മനോഹര, ഈ രാധേച്ചി ഉണ്ടല്ലോ, നമ്മള് വിചാരിച്ച പുള്ളിയൊന്നും അല്ല കേട്ടോ. എന്തൊക്കെയാ ചെയ്തേക്കുന്നറിയാമോ? ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു, വീടിന് തീ വെച്ച്, പിന്നെ ഒന്നുമില്ല. അമ്മയെ കാണാൻ വേണ്ടി വന്നതാ കുഞ്ഞമ്മ. ആശ്രമത്തില് അമ്മ മറ്റേ തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണല്ലോ, കാശി രാമേശ്വരത്തേക്ക്. അവിടുത്തെ ഓരോ ആശ്രമത്തിൽ കയറി ഇറങ്ങിയിട്ടൊക്കെ അമ്മ വരുള്ളൂ. കാശൊക്കെ ഇത്ര പെട്ടെന്ന് പോയോ? പോയി. കുഞ്ഞമ്മ ഏത് ജയിലായിരുന്നു? ഞാൻ പൂജപ്പുര ജയിലായിരുന്നു. ഓ, ഞാൻ ഈ കണ്ണൂർ സെൻട്രൽ ജയിലായിട്ടാണ് എന്റെ എല്ലാം കണക്ഷൻ വേണ്ടിട്ട്. എന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു സെൻട്രൽ ജയിലുണ്ടായിരുന്നു. വാറ്റ് ആരായും വെക്കലാന്ന് പണി. ആള് ഭയങ്കര നല്ലോണം വാറ്റുണ്ടാക്കും, അടിപൊളി വാറ്റ്. അതെ. എന്നിട്ട് എന്താന്നറിയോ കുഞ്ഞമ്മേ, ഈ മനോഹരൻ ഇടയ്ക്കിടയ്ക്ക് വരും ഷാഹിനെ കാണാനല്ലേ, മറ്റേ കേബിൾ ടിവിയുടെ കാര്യത്തിനല്ലേ, അതിനുവേണ്ടി വന്നതാ ഇവിടെ. അമ്പിളിയേട്ടൻ ദുബായി പോയപ്പോ ഇതൊക്കെ നോക്കി നടത്താൻ ആളില്ലല്ലോ മനോഹരനാ, അല്ലേ? അതിനല്ലേ വന്നേ. വേറെ കാര്യം പറയാനുണ്ടല്ലോ. വേറെ ഒരു കാര്യമില്ല, പൊക്ക്. ഷാഹിന ഇവിടെ ഇല്ല. ഷാഹിന വരുമ്പോ വിളിക്കാൻ പൊക്കോന്ന്. അല്ല, എന്തെങ്കിലും പറയാനുണ്ടാവുമെന്നോ? എന്റെ കുഞ്ഞമ്മയെ ഒന്നുമില്ല. അതായത് അമ്പിളിയേട്ടന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നടന്നതാ. ഒരു അന്തവും കുന്തവും ഇല്ല. എന്തെങ്കിലും കഴിക്കാൻ കിട്ടട്ടെ എന്ന് വിചാരിച്ച അമ്പിളിയേട്ടൻ കൂടെ കൂടിയതാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് തമ്മി ബന്ധമില്ലാതെ ഓരോന്നൊക്കെ പറയും. ഇപ്പൊ തന്നെ കുഞ്ഞമ്മയുടെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. വാ നമുക്ക് പോവാം. വേദനിച്ചിട്ടുണ്ടാവട്ടോ. അത് സാറില്ല, ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരെ നിന്ന് കിട്ടണല്ലേ. വാ നമുക്ക് പോവാം. വലിഞ്ഞു കയറി വന്നോളൂ, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ. എപ്പ തുടങ്ങിയ കരച്ചിലത്? വന്നപ്പോ മുതൽ കരയണതല്ലേ? എടാ പങ്കി, എനിക്ക് സീത ചേച്ചിനെ കാണാണ്ട് ഒരു സമാധാനം ഇല്ലടാ. വരുമല്ലോ. എപ്പോ? രാധ വിഷമിക്കാതെ സീത എത്തും. ഇനിയിപ്പോ അമ്മ വന്നില്ലെങ്കിലേ ഞങ്ങളെല്ലാരും കൂടി ജയിലിൽ വന്ന് കണ്ടോളാം. ഞാൻ ജയിലിൽ കണ്ടിട്ടില്ല അച്ഛാ. മിണ്ടാണ്ട് കടക്കുപ്പുണ്ണേ. കുഞ്ഞേച്ചിയെ
ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോ? എന്നിട്ട് എന്താ എന്നോട് പറയണ്ടിരുന്നേ? അല്ല, അത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു. അപ്പൊ ഫോൺ എടുത്തില്ല വെച്ചാ പിന്നെ ചിലപ്പോ കിട്ടില്ലേ, യാത്രയല്ലേ. അപ്പോ എന്താ സംഗതി വെച്ചാൽ എന്തുട്ടെന്ന് വെച്ചാ പറയ്. അല്ല, ഒന്നുമില്ല, യാത്രയുടെ ഇടയിൽ ചില തടസ്സങ്ങളേ. അങ്ങനല്ല, അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കൊങ്കൺ റെയിൽപാത ഉണ്ടല്ലോ, അവിടെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിലുണ്ടാവും. എന്തിനെ പേടിക്കണ? അത് കാരണം അവരങ്ങോട്ട് പോയില്ല. ഓ അങ്ങനെ. ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും ചേച്ചി പേടിക്കാണേ. പിന്നെ ടയറും പഞ്ചറായെന്ന് പറഞ്ഞ് ട്രെയിനിന്റെയോ? അങ്ങനെ ഒരു തടസ്സം അവിടെ കണ്ടപ്പോഴേ ഇവരെന്ത് വെച്ചാൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു ദൂരം ബസ്സിനാ പോയി. അപ്പൊ അതിന്റെ ടയർ പഞ്ചറായി എന്ന് അങ്ങനെ പറഞ്ഞു. അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവരെ കുഴപ്പമില്ല, അവർക്കൊരു കുഴപ്പമില്ല. അപ്പോ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ ചില തടസ്സങ്ങളുള്ള കാരണം ഇങ്ങോട്ട് എത്തണ സമയം ഇത്തിരി വൈകും. എന്ന് പറഞ്ഞാൽ ഒരു 5-10 ദിവസം വൈകും. 5-10 ദിവസം ബലരാമേട്ടാ? അല്ല, എന്താ വെച്ചാല് ഇവര് ഈ ബുക്ക് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഹോട്ടൽസ് ഇതൊക്കെ പിന്നെയും മാറല്ലേ, ഈ ഗവൺമെന്റിന്റെ ഇതിലുള്ള യാത്ര ആയതുകൊണ്ടേ. എന്റെ ദൈവമേ, അപ്പോഴേക്ക് എനിക്ക് പോവാനുള്ള സമയം ആവില്ലേ? പരോള് കഴിഞ്ഞിട്ട് പങ്കോ? അതിപ്പോ അങ്ങനെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞേച്ചി. എവിടെ സീതേച്ചിനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ പരോള് ചോദിച്ചു വാങ്ങിച്ചിങ്ങോട്ട് ഇറങ്ങിയത്. അല്ലെങ്കിൽ എന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നത്. കുഞ്ഞേച്ചിയെ, ചേച്ചി എന്തായാലും വരാൻ വൈകും. അപ്പൊ അത് കുഞ്ഞേച്ചി മനസ്സിലാക്ക. ഇനിയിപ്പോ ഈ പോണേന്റെ ഉള്ളിൽ ചേച്ചി ഇങ്ങോട്ട് എത്തിയിട്ടില്ല വെച്ചെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. എന്ത് വഴി എന്റെ പങ്കി? ദേ, ചേച്ചീനെ കാണാണ്ട് ഈ വീട്ടിൽ നിന്ന് പോണ്ടി വന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല പങ്കി. എന്തപ്പ ചെയ്യ? അവങ്കി എന്തായാലും പരോള് തീർന്ന് അവളോടൊന്ന് പോകുന്നവരെ സീതാലക്ഷ്മി തീർത്ഥാടനത്തിലാണെന്ന് തന്നെ പറഞ്ഞാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, ഇടയ്ക്കിടയ്ക്ക് അവളുടെ അടുത്ത് ചെന്നിട്ട് നീ ഒന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കണം. ഇല്ലെങ്കിൽ അവൾ കണ്ട് ഒറ്റപ്പെട്ടു പോയെന്നൊരു തോന്നലൊക്കെ കൊടുക്കരുത് കേട്ടോ. അച്ഛാ, ഞാനും ഇടക്കിടക്ക് വേണ്ടി സംസാരിച്ചോളാം. അവിടെ മുമ്പിലെങ്ങാനും പോയി പെട്ടെന്ന് ഞാൻ അറിഞ്ഞാലാ നിന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും കേട്ടോ. ട്രെയിനിന്റെ ടയറ് പഞ്ചറായെന്ന് കഴുത. അത് പിന്നെ അമ്മാവൻ തിരുത്തിയില്ലേ, ബസ്സിന്റെ ടയറാന്ന് പറഞ്ഞില്ലേ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിന്ന് ചിരിക്കണം. ഇവിടെ ഞങ്ങളെ കഷ്ടപ്പെടുന്നത് അറിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.